ശ്രീരാമന്റെ ഏറ്റവും അടുത്ത ഏറ്റവും വലിയ ഭക്തൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഹനുമാൻ സ്വാമി എന്നല്ലാതെ മറ്റൊരു മറുപടിയില്ല. ഈ ശ്രീരാമക്ഷേത്രത്തിന്, അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ തൊട്ടടുത്തായി ഏതാണ്ട് 1/2 കിലോമീറ്റർ മാത്രം അവിടെ നിന്ന് നടന്നെത്താൻ പറ്റുന്ന, അത് കൂടാതെ നിരവധി ഇടവഴികളും മറ്റുമുണ്ട്. ഞാൻ നിൽക്കുന്നത് ഹനുമാൻ ഗഡിയുടെ തൊട്ട് മുൻപിലാണ്. ഇവിടെ നിന്ന് ഒരുപാട് ഇടവഴികളും മറ്റും ശ്രീരാമക്ഷേത്രത്തിലേക്ക് നേരിട്ട് പോകാനുണ്ട്. ഇവിടെ അയോധ്യയിൽ ശ്രീരാമനെ കാണാനെത്തുന്ന, രാംലല്ലയെ കാണാനെത്തുന്ന എല്ലാവരും ഈ ഹനുമാൻ ഗഡിയിലെത്തി ദർശനം നടത്തിയാണ് മടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെയും അയോധ്യ ക്ഷേത്രത്തിന്റെ പുരോഗതി ഹനുമാൻ ഗഡിയെയും കാര്യമായി തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇവിടെയും വലിയ തോതിലുള്ള പുരോഗതി വന്നിരിക്കുന്നു. ഇവിടെ വലിയ തോതിലുള്ള വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നു. ഇവിടുത്തെ കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഇന്നിപ്പോൾ കാണുന്നത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഭക്തരെയും മറ്റും അകത്തേക്ക് കയറ്റുന്നത്. അടുത്ത ദിവസത്തെ നരേന്ദ്രമോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ്. ഒരുപക്ഷെ അദ്ദേഹം ഇവിടെയും എത്തും എന്നുള്ള ചില സൂചനകൾ കൂടി പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്നുണ്ട്. അങ്ങനെയും ചില പദ്ധതികൾ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഈ ഹനുമാൻ ഗഡിയും ഇപ്പോൾ വലിയ തോതിൽ ഭക്തരെ ആകർഷിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായി ഇവിടെ മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ സൗകര്യങ്ങളൊക്കെ നമുക്കറിയാം. നമ്മളൊക്കെ കഴിഞ്ഞ 2 വർഷം മുമ്പ് വന്നതുപോലെയല്ല, വിശാലമായ റോഡുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നു. ഇതിന് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ വലിയ വലിയ കച്ചവട സ്ഥാപനങ്ങൾ വന്നിരിക്കുന്ന പശ്ചാത്തലമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ പ്രസാദം ലഡുവാണ്. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ലഡുവാണ്. അത്തരത്തിലുള്ള ഒരുപാട് ഷോപ്പുകളും മറ്റും ഇവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതകൾ ഒന്നാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ എത്തുന്ന ഭക്തർക്ക്, അതായത് അയോധ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം ഹനുമാൻ ഗഡി കണ്ട് മടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കാണുന്നുണ്ട്. ഹനുമാൻ ഇഷ്ടമുള്ള മാലയും മറ്റും വാങ്ങിയാണ് എല്ലാവരും അങ്ങോട്ടേക്ക് അറിയുക. നമസ്തേ, आप किधर से? एमपी इंदौर के पास। अच्छा, हनुमान गढ़ी में आ गए? हाँ, दर्शन कर दिया? हाँ जी, हाँ। कैसा लग रहा है? राम मंदिर जिसने बनाया है उसको कैसा लगेगा? राम मंदिर में बहुत सहयोग किया है, वोट डंडे का है। सबसे बड़ा सहयोगी कौन था? मैं तो सही नहीं। मैंने जो पुल बना हुआ है, कंकर भी डाला, सब इसकी कृपा से। रावण जैसे महा राक्षस को हराने में ये नहीं होता तो राम जी फेल हो जाते। इनका रोल अहम है। थैंक यू। അതാണ് രാമന് രാവണ യുദ്ധത്തിൽ രാമനെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഹനുമാൻ അല്ലാതെ മറ്റാരാണ്, ആരുടെ ക്ഷേത്രമാണ് തൊട്ടടുത്ത് വരേണ്ടത് എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. അങ്ങനെ തന്നെ ഈ ഹനുമാൻ ഗഡിയുടെ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ആ തരത്തിൽ തന്നെ ഇവിടെ ആളുകൾ വരുന്നതുമുണ്ട്. നേരത്തെ അയോധ്യയിൽ വരുന്ന ആളുകൾ ഇവിടെ എത്തി ദർശനം നടത്തിയാണ് മടങ്ങുക.